സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറഞ്ഞേക്കും. 3 ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന ഓറഞ്ച് അലർട്ടുകൾ പിൻവലിച്ചു. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. സുനിഷ അയ്യല്ലൂർ ചേരുന്നു വിവരങ്ങളുമായി. സുനിഷ, മഴ മുന്നറിയിപ്പുകളിൽ എങ്ങനെയാണ് മാറ്റം? മഴ കുറയുമെന്നാണോ പറയുന്നത്? റോഷ്നി, അങ്ങനെ തന്നെയാണ്. ഇന്ന് ഏതായാലും മഴയ്ക്ക് നേരിയ തോതിൽ കുറവുണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയതുപോലെ ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിരുന്നു. അത് പ്രധാനമായും കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിലായിരുന്നു. ഏതായാലും ഈ ഓറഞ്ച് അലർട്ട് പിൻവലിച്ചിട്ടുണ്ട് എന്നതാണ്. ഒപ്പം തന്നെ ഈ പാലക്കാട്, തൃശ്ശൂർ ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. ഇതിലൊക്കെ തന്നെയും മാറ്റം വന്നിരിക്കുന്നു. നിലവിൽ ഇന്ന് 4 ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. പ്രധാനമായും കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഈ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. പ്രധാനമായും പറയുന്നത് ഈ കർണാടക തീരത്ത്, വടക്കൻ കർണാടക തീരത്ത് ചക്രവാത ചുഴി രൂപപ്പെട്ടതായിരുന്നു മഴയ്ക്ക് കാരണമായി പറഞ്ഞിരുന്നത്. ഏതായാലും ചക്രവാത ചുഴിയുടെ ഈ ന്യൂനമർദ്ദ പാത്തി ഈ ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് നിലവിൽ മഴ കുറയാനുള്ള കാരണമായി കാലാവസ്ഥാ കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മഴയ്ക്ക് കുറവുണ്ട്. പക്ഷേ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി വരുന്നതിനാൽ നാളെ മുതൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. നാളെ ഈ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും വരുന്ന 5 ദിവസം കൂടി ഇതേ രീതിയിൽ തന്നെ അതിശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത കൂടി പ്രവചിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഉയർന്ന കാറ്റിനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. കേരള തീരത്ത് 45 കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനാണ് സാധ്യത പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ തീരദേശത്തുള്ളവരും മലയോര മേഖലകളിൽ അടക്കമുള്ളവരും പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട്. റോഷ്നി, ശരി. സുനിഷ അയ്യല്ലൂരാണ് മഴ മുന്നറിയിപ്പുകൾ സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരം നൽകിയത്.